नशा तेरा दिल को लगा देना காதல் யானை வருகிறனமோ மொத்த தந்தத்தில் முட்டுவனமோ அப்பனை இதயங்கள் பத்திரமோ ரேம்ப் அப் ரெமோ என்ன உடம்பா வெடக்கோழி குழம்பா புரியாம நான் பாக்குறேன் நல்ல எண்ணெயில பொறிச்சு பொழிச்ச மந்திரமே ஒட்டம கட்டில பெஞ்சரமே கட்டில உடக்க போட்டிக்கு வாயண்டி ഇതെന്താ ഈ വീട്ടിൽ ആരുമില്ലേ? ബെല്ലടിച്ചിട്ട് തുറക്കാതെ. ചാച്ചു വന്നോ? എത്ര നേരം വെയിറ്റ് ചെയ്യുന്നേ? ഇതൊക്കെ ഞാൻ ഫോൺ എടുത്തിട്ട് വരാവേ. ശ്രദ്ധിച്ചു. എഴുന്നേൽക്ക്. എന്റെ പൊന്നു മമ്മി ദേ വരുന്ന്. കിടന്ന് ബഹളം വെക്കാതെ. താൻ പാടും പോവാം. ഡേ കൊത്താപ്പുഴു, ഞാൻ വന്നേ. കൊത്താപ്പുഴു നിന്റെ അപ്പൻ. രണ്ടും എന്നെ പോലെ വല്ല വിമ്മും കലക്കി കൊടുത്തേനെ. നിർത്തിക്കൊണ്ട മൂന്നും എവിടെ പോയാലും അടി ഉണ്ടാക്കിക്കൊണ്ടാം. ഡ്രസ് എടുക്കാം. എന്റെ അപ്പാ കഴിഞ്ഞ് രാവിലെ പോയതാ. 12-12:30 ആയിട്ടാ പേര് വരുന്നത്. അതെങ്ങനെ? 2 കെട്ടിയന്മാരുണ്ട്. ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിട്ട് എത്ര സമയം ചെലവാക്കിയ? ഞങ്ങൾക്ക് പോലും ഇത്ര സമയം എടുത്തിട്ടില്ല. ആ ഇനി വഴി പോകുന്നതെല്ലാം ഞങ്ങളുടെ തലയിലായിരിക്കും. ഞങ്ങളെന്ത് ചെയ്തേ? ഒരു ഷർട്ട് എടുക്കാൻ കുറച്ച് സമയം എടുത്തു. അതിപ്പോ ഇത്ര വല്ല തെറ്റാണോ? നിങ്ങൾക്ക് കണ്ണിന്റെ മേലെ കൺപീലി, മുടിന്റെ മേലെ മുടി എന്തൊക്കെ വെക്കാം. ഞങ്ങൾക്ക് അതുപോലെയാണ്. ഒരു ഷർട്ടിൽ ഇടാൻ പറ്റത്തുള്ളൂ. ഒരു സുന്ദർ ഞാൻ വിചാരിക്കും എന്റെ മോൾ കല്യാണല്ലേ, ഇങ്ങനെ ചെറുപ്പക്കാരനാവണ്ടേ? എക്സാക്ട്ലി. അപ്പ നിങ്ങളുടെ മോളെ കല്യാണം നിങ്ങൾക്ക് ചെറുപ്പക്കാരനാവണ്ടേ? നിന്നിപ്പാരും ഇങ്ങോട്ട് വിളിച്ചേ. ഇവിടെ ആരും കയറി വന്നോളൂ. അയ്യേ, ഇത് എന്റെ വീട്. ഞാൻ എവിടെയും കയറി വരൂ. എക്സ്ക്യൂസ് മീ, റൈറ്റ് ടു സ്പീക്ക്. ഞാൻ പൊളിറ്റിക്സിൽ പഠിച്ചതാ ഇതൊക്കെ. ഇതെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടല്ലോ മോളെ.
അമ്മ എന്തിനൊന്നും അമ്മക്ക് വെറുതെ. ഇവിടെയുള്ള ഒന്നിനി ബഹളം വെച്ചു പോരുത്. മനുഷ്യന്റെ കയ്യും കാലൊക്കെ വേദനയ്ക്ക് ഡ്രസ് എടുക്കാൻ പോയിട്ട് ഒരു ദിവസം മൊത്തം 4-5 ഷോപ്പിൽ കയറി ഇറങ്ങി എല്ലാം മേടിച്ച് പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളണം. ഏതെങ്കിലും ഒന്നിന്റെ സൗണ്ട് കേട്ടാ പിള്ളേരെ ഇനി ഇവിടെ ഇരുന്ന ചിലപ്പോ അവള് കടിച്ച് തിന്നാട്. മീറ്റിംഗ് ഡിസ്പേഴ്സ്. അളിയ നീ എടുത്തില്ലേ? ഉറപ്പല്ലേ? സാധനം മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ദീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലേ. നീ കുറെ നേരമായി ഒരു കാര്യം നിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. എനിക്ക് സാധനം മാറിയിട്ടൊന്നുമില്ല. ഞാൻ എടുത്തിനെ. ഇയാളൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വീണ്ടും വീണ്ടും ചോദിച്ചു ഉറപ്പ് ഞാൻ വരുത്തുന്നത്. പിന്നെ അവിടെ പോയിരുന്നിട്ട് ഇത് അതല്ലാന്ന് പറഞ്ഞ എന്റെ സ്വഭാവം മാറും. എടാ ഞാൻ എടുത്തില്ലടാ, എന്നെ ഒന്ന് വിശ്വസിക്കടാ. എനിക്ക് നിന്നെ വിശ്വാസമില്ലടാ. കഴിഞ്ഞ പ്രാവശ്യം ഇതെടുത്തിട്ട് വരാൻ പറഞ്ഞൊരു അമ്മൂമ്മയുടെ കഷായം എടുത്തിട്ട് വന്നേ നീ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എന്നിട്ട് അത് ഒഴിച്ച് എനിക്ക് ക്ലാസ്സിൽ തരുകയും ചെയ്യും. ഞാനത് അണ്ണാക്കി കമത്തുകയും ചെയ്തു. അതുപോലെ നിനക്ക് ആർത്തിയായിട്ടില്ലേ? ഒന്ന് മണപ്പിച്ച് നോക്കിട്ടൊക്കെ കുടിച്ചാ പോരായിരുന്നു. എനിക്കറിയാപ്പോ നിനക്ക് ബോധവും വെളിവും ഇല്ല. നീ ആൽക്കഹോളിന് പകരം പോയിട്ട് ഇതെടുത്തിട്ട് വരുന്നു. ഇരുട്ടായതുകൊണ്ട് കുപ്പിയൊന്ന് ജസ്റ്റ് മാറിപ്പോയതാ. പക്ഷെ പേടിക്കണ്ട, പ്രാവശ്യം ഞാൻ നോക്കിയിട്ട് തന്നെയാണ് എടുത്തത്. മാറിയിട്ടില്ല. മാറിയിട്ടില്ലെങ്കിൽ നിനക്ക് കൊള്ളാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. നീ എന്തൊരു അക്ഷരമാല പഠിക്കുന്ന ഈ നട്ടപ്പാതിരക്ക്? അങ്ങോട്ട് നോക്കടാ. എങ്ങോട്ട്? ആരാ? നിന്റെ വീട്ടിൽ തങ്കത്തെ നിനക്കറിയില്ലടാ അലവലാതി. എനിക്ക് നന്നായിട്ടറിയാം എന്നൊന്ന് ചെയ്യരുത്. ഞാൻ കരയും. എനിക്ക് ഗുഡ്സ് അറിയാം. ഞാൻ ഭാര്യനെ ചടിപ്പിക്കും. അതെ, ഇത് ഞാനാ. വെറുതെ ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കി പേടിക്കണ്ട. ഇവനായിരുന്നു. എടെ സാമദ്രോഹി. നീ കാരണം മനുഷ്യൻ തീരുന്ന വീട്ടില് ജീവിക്കുന്നേ. അതിന്റെ കൂടെ വന്നിട്ട് രാത്രി പ്രേതത്തെ പോലെ മനുഷ്യനെ കൊല്ലാനിക്കോ നീ? ഞാനിപ്പോ അച്ഛനെ എന്തുണ്ടാക്കാൻ വന്ന എന്റെ നെഞ്ചത്തോട്ട് കയറിയാൻ? എല്ലട ചെക്കാൻ, നീ എന്ത് ഈ സമയത്ത് ഇവിടെ? നിനക്ക് ഉറക്കൊന്നുമില്ല പിന്നെ. ആഹാ, കൊള്ളാലോ. അർച്ചലായിട്ട് വിചാരിക്കും എനിക്ക് കുറെ റൂമൊക്കെ തന്നിട്ട് ഏതെങ്കിലും എടുത്തോ എന്നിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞല്ലേ. ഈ വീട്ടിലെ എല്ലാ റൂമിലും എല്ലാരും പോയി കിടന്നു. എനിക്ക് റൂം വന്നില്ല. ഞങ്ങളെ ഞാൻ ഈ സോഫ കിടന്ന് ഉറങ്ങുന്നു. നിനക്ക് റൂം വന്നില്ലാന്നോ? നിനക്ക് ആ മാധുരിയെ പറ്റി പോയി കിടന്നൂടെ? ഞാനെന്തിനാ അവളുടെ റൂമിൽ പോയി കിടക്കുന്നേ? ഞാനെന്തിന്? നീ അല്ലാണ്ട് പിന്നെ ഞാൻ പോയി കിടക്കണം അവളുടെ കൂടെ? ഡളിയ, നീ മറക്കുന്നു. അത് നിന്റെ പുത്രനാണ്, റോബോട്ട്. പേടിച്ചപ്പോ ഞാൻ അത് മറന്നുപോയി തോന്നുന്നു. എന്താ രണ്ടും കൂടി പുരുവിറുക്കുന്നേ? ഒന്നുമില്ല കുഞ്ഞെ, ഒന്നുമില്ല. അതൊക്കെ വീട്. ഈ നട്ടപ്പാതിന് 3:30 മണിക്ക് നിങ്ങൾക്ക് രണ്ടുപേരും എന്താണ് ഇവിടെ പരിപാടി? അതും ഈ മറ്റേ പിൻപാൻഡറൊക്കെ വരുന്നല്ലേ, ടുടും അങ്ങനെയായിട്ട് വരുന്ന ആവശ്യം എന്താ? ഞങ്ങള് വെള്ളം കുടിക്കാൻ വന്നത്. ഓ, അതുകൊണ്ടായിരിക്കും വെള്ളം കുടിക്കാൻ ഗ്ലാസ് ഒക്കെ ആയിട്ട് വെച്ച് ഡള്ളന്മാര്. അടുക്കള ഗ്ലാസ് കിട്ടൂല? അയ്യോ, അടുക്കള കിട്ടായിട്ടല്ലേ, ക്ലാസ് റൂമിലുണ്ടായിരുന്നു. അപ്പം പിന്നെ വരുന്ന വഴിക്ക് എടുത്തിട്ട് വന്നത്. അയ്യോ, അപ്പൊ അമ്മമാര് കൊണ്ടുപോയി വെച്ച ജഗിലെ വെള്ളം നിങ്ങളെ കണ്ടില്ലേ? ഗ്ലാസ് മാത്രമേ കണ്ടുള്ളൂ. ഒരു കമ്മാറ്റി.
മനസ്സാ കുടിക്കാൻ വേണ്ടി വന്നതാ. അതങ്ങ് പറഞ്ഞാ പോരെ. വാ ഇരിക്കെ, എനിക്കൊരു ഗ്ലാസ് കൂടി എടുക്കാം. നീ കുടിക്കോ അതിന്? ഇതൊക്കെ എപ്പം തൊട്ട്? അതെ മിസ്റ്റർ ധന്തപ്പടി, എനിക്ക് 16 വയസ്സായി. എനിക്കിത് കുടിച്ച 16 ബാക്കിയായിരിക്കും. എന്തേലും കാണിക്കും. ഇരിക്കും കുടിക്കാം. പിന്നെ അളിയനോടും പുത്രനോടും കൂടി പറയോ, കുടിച്ച് ബോധം കെട്ടെ. എനിക്കത്രേ പറയാനുള്ളൂ. എന്റെ കാര്യത്തിൽ ഞാൻ പറയാം, ഞാൻ കുടിച്ച് ബോധം കിട്ടില്ല. നിനക്കറിയാലോ, എനിക്ക് നല്ല കപ്പാസിറ്റി. പക്ഷെ ഇവന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. അതെന്താ തന്തപ്പടി തനിക്ക് എന്റെ കാര്യത്തിൽ ഉറപ്പില്ലാതെ? എന്നെന്തോ ഉറപ്പിച്ചാ തനിക്ക്? ഇനി രണ്ടും കൂടി അടിയിട്ടു. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേ. ഒഴിക്കു പിള്ളേരെ. I'm a nirukali drunk, now a nalkali drunk. I'm a nittukali, adichu poosu malayali. Rajini pola mask if I'm drunk, baby dance. Simple moves theriyadu, only nod and moonwalk. Aa vaal kundanja pookalam ittu kavala illo njan naalu kalichu nokki chiricha chechi maara thirinju nokki njanam gilichu dance. Like it don't catch a fun, and the snow say I feel like the energy bitu so bitu kuttu patti kuttu petachu energy. In the shop. എന്താ കടുവേ നിനക്ക്? നിനക്ക് ഉറക്കമൊന്നുമില്ലേ? 12 ആയല്ലോ. ബേബി ഐ മിസ് യു ഡേ. എനിക്ക് തന്നെ കാണണം. ഒന്ന് വാടി ഡോറിന്റെ അടുത്ത്. ഞാൻ ഇവിടെ ഉണ്ട്. എനിക്കൊന്നും വയ്യ തുറക്ക. നീ തന്നെ വന്ന് തുറന്നു. അല്ലെങ്കിലും നിനക്ക് രാത്രിയുള്ളത് എനിക്ക് വയ്യ. അയ്യോ ഇച്ചടെ പൊന്നെ, അങ്ങനെ പറഞ്ഞൂടാ. ഞാൻ പിന്നെ എന്തിനാടി ഉറക്കൊഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു നിന്നിന്? ഒന്ന് തുറക്കടി പൊന്നെ. ചതിക്കില്ലേ? പ്ലീസ് 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 പ്ലീസ്. ആ കാര്യം പിടിക്കാം പ്ലീസ്. എനിക്ക് ഇതിനെ കാണാണ്ട് പറ്റുന്നടി. മിസ്സാവുന്നടി. കോഴിപ്പേ തുറക്കടി. പറ്റില്ല പറഞ്ഞാ പറ്റില്ല. എനിക്കൊന്നും വയ്യ. ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഡോറ് തുറന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് നിനക്ക് ഡോറ് തുറന്ന് തന്ന് നിന്നിങ്ങോട്ട് കയറ്റി ഡോറ് അടച്ച് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. വെക്കല 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 ബേബി പ്ലീസ്. ബേബി ഓപ്പൺ ദ ഡോർ ബേബി പ്ലീസ് പ്ലീസ്. ഡോണ്ട് ഡു ദിസ് പ്ലീസ്. ഓപ്പൺ ചെയ്യടി. ചേട്ടാ പൊന്നല്ലേ, തുറക്കടി. എനിക്ക് കിൻഡർ ജോയ് വാങ്ങി തരാം ഞാൻ. ഐസ്ക്രീം കിൻഡർ ജോയ് വാങ്ങിത്തരുമെന്ന് ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഡോർ തുറക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നോ ടച്ച്, നോ കിസ്, നോ എനിത്തിങ്. ഓക്കെ? ഇനി എന്ത് പറഞ്ഞാലും ഓക്കെ. പക്ഷെ അത് ഓക്കെ ആവൂല. എനിക്ക് തൊടാൻ പിടിക്കാനൊന്നും പറ്റത്തില്ല. എന്നാ പിന്നെ മോൻ അവിടെ കിടക്കലുണ്ടാവുള്ളൂ. ഞാൻ തുറന്നു തരത്തില്ല. എന്തോന്നടി ഒന്ന് തുറക്കടി. അയ്യോ കർത്താവേ, ഇത്രയും ഗതി കെട്ടവൻ ഈ ലോകത്തുണ്ടാവൂല. ഓ ശരി ശരി, കിടന്ന് മോങ്ങണ്ട, തുറന്നു തരാം. ഐ ലവ് യു. വേഗം വാ. ഏയ് എന്നതാടി നീ എന്നെ കാണാതെ പോലെ നോക്കുന്ന? ദേവൂന്ന് ഇടി പറഞ്ഞിട്ട് പോടി. ഇനി ഞാൻ വല്ലതും ചെയ്തു ഉറക്കത്ത് വെച്ചതിന്റെ. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ബേബി ഞാനും. ഇതിപ്പോ 3:30 മണിയായേ. ഞാനിപ്പോ കിടന്നേയുള്ളൂ. നീ എന്തുവാടി ആലോചിക്കുന്നേ? ഒന്നുമില്ല. അങ്ങനെ കുറക്കൊന്നുമില്ലടി പെണ്ണെ. ഇപ്പൊ തന്നെ 3:30 എന്തോ ആയല്ലോ. ഉറക്കൊന്നും ഇല്ലേന്നോ? ചൂടാവല്ലടി. ഈ ചാനൽ തമാശ ചോദിച്ചില്ലേ? ആടമരഭൂതമേ, ഉറക്കത്ത് വിളിച്ച് എണീപ്പിച്ചിട്ടില്ല നിന്റെ തമാശ. അതെ കയ്യാലത്ത് നിന്ന് മാറിയിരുന്നു. ഞാൻ വല്ലതും ചെയ്തു. ഓ പിന്നെ ഈ കുഞ്ഞു കൈയോട് ചെയ്തിട്ട് എന്താവാൻ എനിക്ക്. പല പ്രാവശ്യം ഞാൻ പറ്റണ്ട എന്റെ കൈനും അപമാനിച്ചാലില്ലേ. ഇപ്പോഴേ ഒരു സമാധാനമായി. ഇത് കേൾക്കാറ്റൊരു സുഖമില്ലായിരുന്നു.
ഇതുപോലത്തെ ഒരു വിടല പിടിച്ച സാധനത്തെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിന്റെ പ്രശ്നം എന്താ ചക്കാ? എനിക്കെന്ത് പ്രശ്നം? ഞാൻ പെർഫെക്റ്റ്ലി ഫൈനാണ്. പക്ഷെ എന്തോ എവിടെയോ ഒരു പ്രശ്നം വരുന്ന പോലെ. ദേ, ആ പ്രശ്നം കൊണ്ട് എന്റെ അടുത്തോട്ട് വന്നു നിന്റെ ചുട്ടാമണി ഞാൻ കട്ട് ചെയ്താളി. എന്നെ അറിയാലോ. ഏയ് ഡോണ്ട് ടച്ച് ദാറ്റ്. എന്റെ ഭാവി പിള്ളേർ. നീ എക്സ്ക്യൂസ് മീ, നമുക്ക് പിള്ളേർ വേണ്ടാന്ന് നീയാ തീരുമാനിച്ചു. എന്നിട്ട് നീ ഇപ്പൊ പിള്ളേരെ പറ്റി പറയുന്ന? അതൊരു ഗുമ്മിന് പറഞ്ഞതാ, നമുക്ക് പിള്ളേർ വേണ്ട. എന്താടാ നിനക്ക് പിള്ളേരോട് ഇത്ര ദേഷ്യം? പിള്ളേരെന്ന് നമ്മളെ ചോരയില്ലേ, നമുക്കും വേണ്ട താലോലിക്കാനൊക്കെ ഒരു മക്കള്. നീ ഇപ്പൊ അങ്ങനെ താലോലിക്കണ്ട. എന്നിട്ടാണ് പ്രസവിച്ച ശേഷം നീ അവർക്ക് സ്നേഹിക്കാനോ അവർക്ക് വേണ്ട, എനിക്ക് ഇഷ്ടാവില്ല. കൃഷ്ണ, ഇതുപോലത്തെ ഒരു സാധനത്തെ സ്വന്തം പിള്ളേരോട്, അതും ജനിക്കാത്ത പിള്ളേരോട് ജലസ്. ഇങ്ങനൊക്കെ തന്നെ ഞാൻ. പറ്റുമെങ്കിൽ നീ സഹിച്ചാ മതി, ഇല്ലെങ്കിൽ നീ കഷ്ടപ്പെട്ട് സഹിച്ചു. മാറിക്കിടക്കങ്ങോട്ട് മിസ്റ്റർ, മാറങ്ങോട്ട്. ഉറങ്ങാനും സമ്മതിക്കില്ല. എന്നതാടി? ലെറ്റ് മീ സ്ലീപ്. സ്ലീപ്പിക്കോ? ആര് പറഞ്ഞ സ്ലീപ്പ് ഉണ്ടാകും? അങ്ങോട്ട് തിരിഞ്ഞു നടന്ന് സ്ലീപ്പിക്കോ. ബേബി, ദിസ് ഈസ് ക്രൂവൽ. ഞാൻ നിന്നോട് കിടക്കാനല്ലേ വന്നിന്. വൈ? അതെ, ഞാൻ കുറച്ച് ക്രൂവലാണ്. മിണ്ടാതെ ഏതെങ്കിലും മൂലക്ക് ചുരുണ്ടോടി കിടന്നുറങ്ങും, മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യാതെ. ബേബി 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 പ്ലീസ്. ഇച്ഛാ, അടങ്ങി കിടക്ക്, എനിക്ക് ഉറങ്ങണം. ഇവളോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്കറിയാം എങ്ങനെ എടുക്കണം. ഇച്ഛാ, അടങ്ങ്. ഇല്ല, ഞാൻ അടങ്ങിയിരിക്കില്ല. മര്യാദക്ക് ഒരു ഹഗ് ചോദിച്ചപ്പോ നിനക്ക് ഡിമാൻഡ്. നീ എനിക്ക് വേണ്ടത് മൊത്തം എടുത്തിട്ട് നിന്നെ അവിടെ തൊടും. ഇത് കളിക്കില്ലേ? കടിക്കാനില്ല. ഞാൻ പറയട്ടെ. എന്നതാടി? ലെറ്റ് മീ എൻജോയ്. ഓടാ, എന്തുദ്ദേശം നിങ്ങളുടെ? ഉറങ്ങാൻ വന്നാൽ ഉറങ്ങിക്കൊള്ളണം. ഇതുകൊണ്ട് നിന്നെ അടുപ്പിക്കാത്തെ. നീ എന്നെ അടുപ്പിച്ചാലും ഇല്ലെങ്കിലും എനിക്കെടുക്കേണ്ട എടുക്കാൻ എനിക്ക് പറ്റും. പിന്നെ എന്നോട് ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യം, നീ എത്രത്തോളം എന്നെ പുഷ് ചെയ്യുന്നു, ഞാൻ എത്രത്തോളം നിന്നെ എന്നിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ചാ കൂടുന്നുണ്ട് കേട്ടോ. മതി, നിർത്തിക്ക്, കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫിനിഷ് ചെയ്യാണ്ട് എനിക്ക് ഉറക്കം വരില്ല. ഇങ്ങോട്ട് വന്നോളൂ. വേണ്ട വേണ്ട കേട്ടോ, അച്ഛനമ്മയ്ക്ക് ഉണ്ട് അപ്പുറത്ത്. ഓ, വർത്താനം കേട്ടാ വിചാരിക്കും ഇതൊരു അച്ഛനമ്മ ഉള്ളപ്പോ ഞാൻ നിന്നൊന്നും ചെയ്യാത്ത പോലെ. എന്തോന്നടി, ഇത്ര റിലേഷൻ നമ്മളെല്ലാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കിടന്നു അടങ്ങാൻ. എന്താ നിങ്ങക്ക്? അതൊക്കെ വിടും. ഇങ്ങോട്ട് അച്ഛാ, വേണോ? ഇന്നെനിക്ക് റെസ്റ്റ് തന്നൂടെ? സോറി ബേബി ഡോൾ, നിനക്ക് റെസ്റ്റ് തരാൻ ഞാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല. അച്ഛാ, എന്നെ നോക്കൂ, ഞാൻ പാവല്ലേ, നിങ്ങളുടെ ബേബി അല്ലേ, പ്ലീസ്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദിസ്. നിന്റെ കണ്ണില് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. ഞാൻ കണ്ണുകുത്തി സംസാരിക്കാം നിങ്ങളുടെ അടുത്ത്. ഞാൻ ചിരിച്ചാ ഭ്രാന്ത് പിടിപ്പിക്കും, നോക്കിയ ഭ്രാന്ത് പിടിപ്പിക്കും, എന്റെ സ്മെല്ല് ഭ്രാന്ത് പിടിപ്പിക്കും. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിപ്പിക്കും? എന്ത് മണപ്പിച്ചോണ്ടിരിക്കുന്നേ? You smell so good. എക്സ്ക്യൂസ് മീ മിസ്റ്റർ കടുവ, ഞാൻ കുളിച്ചിട്ട് പോലുമില്ല, അറിയോ നിനക്ക്? ഓ, അതിനിപ്പോ എനിക്കെന്താ? അല്ല പെണ്ണെ, കുളിക്കാത്ത സ്മെല്ലാടി കുറച്ചും കൂടി അഡിക്റ്റീവ്. വൃത്തികെട്ടവൻ. എന്താ നോക്കുന്ന?
എടി ഇങ്ങനെ നോക്കാതെ പുല്ലേ, എന്റെ കൺട്രോൾ മൊത്തം കയ്യിൽ നിന്ന് പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. യു ഡ്രൈവിംഗ് മീ ഫക്കിംഗ് ക്രേസി. ഐ കാൻ കൺട്രോൾ ബേബി. ജസ്റ്റ് നോക്കാതെ പെണ്ണേ. ആരാ പറഞ്ഞ കൺട്രോൾ ചെയ്യാൻ? ജസ്റ്റ് ഈറ്റ് മീ, ടേക്ക് മീ, മേക്ക് മീ സ്ക്രീം, ജസ്റ്റ് ഡു ഇറ്റ്. എനിക്ക് വേണം എന്നെ. ബേബി, ആർ യു സീരിയസ്? നിനക്കറിയാലോ, ഒരു റൗണ്ട് കൊണ്ട് ഞാൻ നിർത്തത്തില്ല. നീ എത്ര വേണേലും പൊക്കോ. ഐ ക്യാൻ ടേക്ക് ഇറ്റ്. നിന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബട്ട് വൺ തിങ്, ഡോണ്ട് ഗോ സ്ലോ. ഐ വാണ്ട് റഫ്. എന്റെ പൊന്നു സുധ, എഴുന്നേറ്റ് ആട് ഇങ്ങനെ എന്തെങ്കിലും കുത്തി കുറിക്കാണ്ട് വന്ന് എന്നെ സഹായിക്കേ. എന്റെ മോൻ ഓടിയുണ്ട്, സമയത്ത് കൂട്ടിയിട്ടില്ലെങ്കിൽ അവൻ എന്നെ തന്ത കുഴിക്കും. ഓ അതിനാ പറയുന്നത് നേരത്തെ കാലത്തേക്ക് എഴുന്നേക്കണം, അല്ലെങ്കിൽ പിന്നെ എല്ലാരും തന്തക്ക് വിളി കേൾക്കേണ്ടി വരും. വേലക്കാരി ജാനു. തലയൊട്ടിപ്പോ ഞാൻ വല്ല ആറ്റിലും കൊള്ളി കളഞ്ഞാല് എന്റെ ഒരു വീതി. അപ്പോഴേ അളിയും പറഞ്ഞതായിട്ടാ, ആലോചിച്ചിട്ട് മതി, ആലോചിച്ചിട്ട് മതി. അന്നേരം പ്രേമം തലക്ക് മൂത്തോണ്ടൊന്നും ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒന്നും എടുത്ത് ഞാൻ തലക്ക് വെക്കോ? നിങ്ങളെന്താ പറഞ്ഞ? തലക്ക് വെക്കോ? എന്നല്ലേ ഇപ്പൊ ഞാൻ ശരിയാക്കി. എനിക്ക് ജോലി എനർജി ആയില്ലേ? എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യണം നിനക്ക് നന്നായിട്ട് അറിയാം. ഈ പെണ്ണിനെ കൊണ്ട് എന്തേ ഉരുകുന്നു? ഇപ്പൊ ജോലി എടുക്കടോ. എന്റെ അമ്മേ, എന്ത് ഓട്ട് മാറും സ്പീഡില്? അമ്മ ഇവിടെയല്ല അമ്മ. ജി നീ ആയിരുന്നോ? എന്തിനാണ് നീ രാവിലത്തെ നിന്ന് കാറിനെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? എവിടെ എവിടെ നിങ്ങളുടെ പുത്രൻ, ആ തലതെറിച്ചവൻ, തൊണ്ടക്കറക്കാത്തവൻ? ജയ് മോനെ, നിനക്ക് എന്താടാ രണ്ടും അടിയിട്ടോ? നിലവാരമില്ലാത്തവന്റെ കൂടെ ഞാൻ അടിയിടും തോന്നുന്നുണ്ട് നിങ്ങക്ക്? എവിടെ അവൻ? എനിക്ക് അവനോട് പറയാനുള്ളത്. ക്രിസ്റ്റഫർ, where the hell are you?
ഇവിടെ എന്താടാ രാവിലെ തന്നെ വന്നിട്ട് വെറുതെ ബഹളം വെക്കുന്നേ? അമ്മ എന്താടാ നിനക്ക് വയ്യേ? ഇവിടെ പഞ്ഞ കൊലയാടി മോനെ, നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? പണം, പവർ എല്ലാം വലിയ മയിലും നിന്റെ കയ്യിലില്ലേ? എന്നിട്ട് നീ എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുന്നേ? നീ എന്താടാ പറയുന്നേ? വീട്ടിൽ കയറി വന്നിട്ട് ഇത്രയും മാസം പറയുന്ന നീ എന്താ പറയുന്നേന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ, ഓസ്കർ അഭിനയം. എടാ കഴിവേറിയുടെ മോനെ, നിന്റെ കയ്യില് ഒരു പൂ പോലത്തെ പെണ്ണുണ്ട്. പൂ പോലത്തെ സ്വഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒന്നിനൊരു കുറവില്ലാത്ത ഒരു പാവം പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ജീവിതമാടാ നീ തൊലക്കുന്ന നിന്റെ കാമഭ്രാന്തിന് വേണ്ടി. ജയ്, നീ എന്തൊക്കെ പറയുന്നേ? അമ്മ ഇതിൽ ഇടപെടരുത്. അമ്മക്കൊരു തേങ്ങ അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് അറിയുന്നവരെ നീ പറ. നീ കുറെ നേരം കൊണ്ട് ഇങ്ങനെ നെഞ്ചത്തോട്ട് കയറുക, വീട്ടിലൊന്ന് ബഹളം വെക്കുക. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ പറയുന്നത് ഞങ്ങളുടെ മോനെയും കൂടെയാ. മോൻ, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ട് ഇങ്ങനെ മോന്ന് വിളിക്കാൻ പോലും നിങ്ങളെ നാവ് പൊന്തില്ല. എന്താണെന്നറിയോ, നിങ്ങളുടെ മോനും മാധുരിയും തമ്മിൽ അറേഞ്ച് മാരേജും കോപ്പൊന്നും ആയിരുന്നില്ല. പ്രേമായിരുന്നു, നല്ല ശുദ്ധ പ്രേമം. ഒക്കെ ഇവന്റെ നാടകമായിരുന്നു. ആ കുട്ടിയുടെ ശരീരത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചൊരു ഭ്രാന്തനവൻ. ജയ്, സ്റ്റോപ്പ് ഇറ്റ്. നീ എന്തെങ്കിലും പറയുന്നേ? നീ ചലച്ച് പോരുത് നായെ. ഒരു പെണ്ണിന് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊടുത്ത് നീ അവന്റെ അനിയത്തിന്റെ കൂടെ കൊടുക്കുന്ന ഉണ്ടാക്കിയില്ലടാ. എന്നിട്ട് നീ എന്നെ നന്നാക്കാൻ നോക്കുന്നോ? ജയ്, നീ എന്തിപ്പം പറഞ്ഞേ? ജയ് വേണ്ട, ഡോണ്ട് ജസ്റ്റ് സ്റ്റുപ്പിഡിറ്റി. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയും, ഈ നാടൊക്കെ കേൾക്കുന്ന രീതി ഞാൻ പറയും. നീ നിന്റെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അനിയത്തിന്റെ കൂടെ കിടന്നു. അവളെ നിർബന്ധിച്ചിട്ട് 18 പോലും തികയാത്ത പെൺകുട്ടിനെ നിർബന്ധിച്ചിട്ട് നീ ചെയ്തു. നിനക്ക് മാറിപ്പോയത്. ഇവൻ അങ്ങനെ ചെയ്യില്ലട. നമ്മൾ ഇങ്ങനെയല്ലട ഇവനെ വളർത്തിയത്. വളർത്തിയത് അങ്ങനെയല്ല, പക്ഷെ വളർന്നതോ ഇവൻ വെറും ഡയറിന്റെ പേരിലാണ് മാധുരിനെ കയറി പ്രേമിച്ച്. ഇവൻ എന്നിട്ട് അവളെ മടുത്തപ്പോ ഇവനിപ്പോ അവളുടെ അനിയത്തിയെ വേണം. 18 പോലും തികയാത്ത പെണ്ണിനെ ഇവൻ സ്വന്തമാക്കി. അല്ലെങ്കിൽ പെൺപിള്ളേരെ വളർത്താൻ ഇവൻ മിടുക്കനാ. എന്തൊക്കെ അവർക്ക് അത്ര നഷ്ടമില്ലാത്തവൻ. ഇവരെ കാണുമ്പോൾ എനിക്ക് നാല് പൊട്ടിക്കാൻ തോന്നുന്നു. ഞാൻ ഇപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊക്കെ എന്താ? I just want to taste her. That's it. അച്ഛാ, ശബ്ദിച്ചു പോവരുത് നീ. അളിയ, ഞാനാണെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവൻ നശിപ്പിച്ചു. എന്റെ 2 മക്കളെ നശിപ്പിച്ചു. ഇങ്ങനെ കല്യാണത്തേടി ഞാൻ എന്ത് ചെയ്യണം? പറ. ഇത്ര സന്തോഷത്തോടെ ജീവിച്ച ഞാൻ എന്താണെന്നറിയോ? നിങ്ങൾ ബന്ധപ്പെടാൻ എന്റെ കൊച്ചു കൃഷ്ണ സ്വപ്നായിരുന്നു. എന്റെ ഉള്ളൊന്ന് കത്തി. എന്തിനാ നീ എനിക്ക് ഇതുപോലത്തൊരു സ്വപ്നം കാണിച്ചെന്ന്? അത് ശരിക്കും എനിക്ക് ജീവിച്ച പോലെ ഒന്ന് തോന്നി. ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടാവുമെന്ന് കാണിച്ചു തരുവാണോ? ഇല്ല, ഇങ്ങനെ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഇവരെ രണ്ടാളും ഞാൻ അകറ്റി നിർത്തും. കേത്തിന് എന്റെ മോനെ ഞാൻ ഒരു കാരണവശാലും അടുക്കാൻ അനുവദിക്കില്ല. ഇങ്ങനൊരു നാശം വേണ്ട. ആരത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടല്ലോ? തമ്പുരാട്ടി. അത് ശരിയാണല്ലോ സുധേ. നീ എന്താ രാവിലെ തന്നെ? അല്ലെങ്കിൽ നമ്മൾക്ക് 11:30 ആവണല്ലോ ഒന്ന് എഴുന്നേക്കണമെങ്കിൽ. നോക്കി പേടിപ്പിക്കണ്ട. സത്യ പറഞ്ഞ, നീ 11:30 ആവണ്ട ബെഡിന്ന് എഴുന്നേക്കാറുണ്ടോ? ഇത് കണ്ടിട്ടില്ല എന്റെ മക്കളും പഠിച്ചിന് എല്ലാവരും. അതെ, ടയേർഡാണെങ്കിൽ മനുഷ്യന്മാർ ഉറങ്ങും കുറച്ചധികം നേരം. നിങ്ങൾക്ക് എന്താ? എന്താണാവോ ഈ തമ്പുരാട്ടിന്റെ ഈ ടയർഡ്നെസിന്റെ കാര്യം? വീട്ടിലത്തെ ജോലിയും ഫുള്ളും ഞാൻ എടുക്കുന്നത്. ഫുഡ് ഉണ്ടാക്കുന്നത്, പാത്രം കഴുകുന്നത്, തുടക്കുന്നത്, അടിച്ചു വാരുന്നത് എല്ലാം ഞാനാ ചെയ്യുന്നത്. ബിസിനസ് നോക്കുന്നത് എന്റെ മകനും. പിന്നെന്താണാവോ തമ്പുരാട്ടിക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ട്? അളിയ, ഫുഡ് എടുത്ത് കയ്യില് ചുരുട്ടി വായിലേക്ക് കുത്തി കയറ്റി ചവച്ച് ഇറക്കണ്ടേ? ഇതിനേക്കാൾ വലിയ പണി വേറെ ഉണ്ടോ?
എന്നിട്ട് വെറുതെ ഇരുന്ന് വേറെ എന്തെങ്കിലും ചിന്തിക്കണ്ടേ? കാട് കയറി ചിന്തിച്ച് 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 നേരെ നെഞ്ചത്തോട്ട് കയറണ്ടേ? ഇതിനേക്കാൾ വലിയ ജോലി എന്ത് വച്ചു? നിർത്തി കയറണ്ടോ? രാവിലെ തന്നെ വെറുതെ മാറത്തേക്ക് സുധേ, ചായ കുടിച്ചിട്ട് കൂടി. എനിക്കൊന്നും വേണ്ട നിന്റെ ചായ. ഇത് അങ്ങനെ അണ്ണാക്കി താത്തു കൊടുക്കും. സമാധാനായ രണ്ടിനും അവര് ചൊടിപ്പിച്ചപ്പോ. എന്റെ മഹിമ, നീ ആദ്യമായിട്ടാണ് അവളെ കാണുന്നേ. അവള് കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് തന്നെ വന്ന് ചായയും ഫുഡും കഴിച്ചു മിണ്ടാണ്ടങ്ങൾ പോവും. ഇതൊക്കെ സ്ഥിരമല്ലേ? എന്ത് പറയാനാ രണ്ടിനോട്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദേണ്ടാളിയ പിണങ്ങിപ്പോയാൾ വന്ന് ഫുഡ് കഴിക്കുന്നു. അടങ്ങിക്കേ, നീ കഴിക്കടി, അവരുടെ കാര്യമൊക്കെ ഉണ്ട. ഗുഡ് മോർണിംഗ്. വന്നല്ലോ വരുമ്പോൾ. ഗുഡ് മോർണിംഗ് വരുമ്പോളെ. ഗുഡ് മോർണിംഗ് അങ്കിൾ. അമ്മ ഒരു കോഫി കിട്ടുവോ? നീ കല്യാണം കഴിഞ്ഞ് പോയാൽ ഇങ്ങനെയാണോ? എഴുന്നേറ്റ് വന്നിട്ട് അത് ഉച്ചക്ക് കോഫി താന്ന് പറയുക? അതിനെന്താ, അവള് പറഞ്ഞോട്ടെ. എനിക്കില്ലാത്ത പ്രശ്നം നിനക്ക് എന്തിനാടി? മോളിങ്ങനെയൊക്കെ എഴുന്നേറ്റാ മതി. അത് നിന്റെ വീട് തന്നെ, നിനക്ക് ഇതേ ഫ്രീഡം അവിടെ. കേട്ടല്ലോ അമ്മ, കേട്ടാ? ഓ, ഇതിനെ നീ തലയിലെടുത്ത് നോക്ക്. നിന്റെ തലയ്ക്ക് ഒരു ഭരതനാട്യം ഇതൊക്കെ കൂടി കളിക്കും. ഞാൻ വേണമെങ്കിൽ ഭരതനാട്യം കളിക്കും, കുച്ചിപ്പുടി കളിക്കും, വേണം കഥകളിയും കളിക്കും. അമ്മക്ക് എന്താ മമ്മ രാവിലെ തന്നെ എന്നിട്ട് വേണം മൂട് കളയല്ല. എനിക്കൊരു കോഫി താ. ഓ മഹിമ, ആ കോഫി അങ്ങോട്ട് കൊച്ചിന്. ഓ, ഇന്ന കോഫി ഇവളൊന്നും പറയാനും പാടില്ല. നിന്റെ കഴുത്തിലെന്താടി? എന്റെ കാര്യത്തിൽ കൃഷ്ണ ഏതാണിപ്പോ വരാം. ഹായ് ബേബി, പറ. പന്ന പാട്ടി തെണ്ടി നാറിച്ചട്ടെ. ഓ, എന്തോ പറ. എന്തിനാണ് രാവിലെ തന്നെ എന്നെ തെറി വിളിക്കുന്നേ? എടാ തന്തയില്ലാത്തവനെ, തന്തക്കർക്കാത്തവനെ, തെണ്ടി പാട്ടി നാറി നമുക്ക് ബല ചെറ്റനായി പന്നി. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ കടിക്കല്ലേ കടിക്കല്ലേന്ന്. കടിച്ചു വെച്ചേക്കുന്ന എല്ലാരും കാണുന്നിടത്ത്. നിറപൂജി മോരപ്പൊട്ടി. ഞാൻ ഇന്നലെ നിന്നെ എന്ത് ചെയ്തെന്ന് ചോദിച്ചേ? ഒന്നും ഞാൻ ഇന്നലെ ചിരിക്കുന്ന. Hey, baby, you are the one who tell me that. Make me scream. Make me... വെച്ചിട്ടോടാ പട്ടി. Oh, baby. She's so cute. മമ്മി ഫുഡ് എടുക്ക്, വിശക്കണ. ഓ, വന്നിരിക്കേ. ഇനി ഓരോരുത്തരും വരും. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ശീലം ഇല്ലല്ലോ. ഒരാൾക്ക് ഓരോ ടൈമിലല്ലേ. എന്നാ അതിന്റെ ഫുഡ്. എല്ലാം മോളെ അനുരാധി, നീ എന്താടി ഹുഡ് ഇട്ട് നടക്കുന്നത്? നിനക്ക് ചൂടൊന്നും എടുക്കുന്നില്ലേ? ദേ തന്തപ്പടി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ അനുരാധ അനുരാധ എന്ന് വിളിക്കരുത്. എനിക്കൊരു നല്ല പേരിട്ടില്ല. പിന്നെ താൻ എന്തിനാണ് തന്തേ എന്നെ അത് വിളിക്കുന്നേ? എനിക്ക് ഇഷ്ടമല്ല അത്. ആ, ചെറുപ്പം തൊട്ടേ വിളിച്ച് വിളിച്ച് ശീലായി പോയിട്ട് ഒന്ന് ക്ഷമിക്ക്. പിന്നെ ഹുഡ് എന്തിനിട്ടെ? അത് ഊരാലോ നിനക്ക്. എനിക്ക് ഹുഡി ഇടാൻ തോന്നി ഹുഡി ഇട്ടു. അല്ലേ ഈ വീട്ടിൽ എനിക്ക് ഹുഡി ഇടരുത് എന്നൊക്കെ ഉണ്ടാ? എനിക്ക് ഹുഡി ഇടാൻ തോന്നുന്നു ഞാൻ ഹുഡി ഇടും, ബിഗിനി ഇടാൻ തോന്നുമ്പോ ബിഗിനി ഇടും. ഞാൻ വേണമെങ്കിൽ ഇടാണ്ട് നടക്കും. ആരെങ്കിലും ചോദിക്കണം എനിക്ക്? ഇത് എന്റെ വീട്, ആൻഡ് ദിസ് ഈസ് മൈ ബോഡി. എന്റെ പെർമിഷൻ, എന്താണ് പറയാ, എന്റെ അവകാശം. ഓ, മലയാളം അറിയാത്തൊരു മോളും ഇവരല്ലാതൊരു ഭർത്താവ്. എന്തൊരു വിധി. എന്തേ, നീ എന്തേലും പറഞ്ഞായിരുന്നടി? ഓ, നമ്മളൊന്നും പറഞ്ഞില്ലേ. നിങ്ങൾ അവളുടെ നെഞ്ചത്തോട്ട് കയറി നമ്മളെ വെറുതെ വിട്ടേര്. ആഡ് ചെയ്യാനുള്ള മൂഡ്. നീ കഴിച്ചോടി. അപ്പേ
ആ അമ്മ എന്റെ ഫോൺ എന്താടി ഇപ്പൊ താഴെ പോയന് 10-30,000 സാധന. നിങ്ങളാണോ എന്റെ ക്രീം എടുത്തേ? പറ. ഞാനോ? ക്രീമോ? എനിക്കെന്തിനാ അങ്ങനത്തെ സാധനം? എനിക്ക് ജന്മനാ സൗന്ദര്യം ഭാര്യക്ക് ഒരു തന്നിട്ടുണ്ട്, പിന്നെ എന്തിനാണ് എനിക്ക് അങ്ങനത്തെ ഒരു സാധനം? അപ്പൊ ഇതെന്നോണ പറഞ്ഞ എന്റെ സ്വഭാവം മാറുവേ. എനിക്കൊരു ചേച്ചി തന്നെയാ, നല്ല വില കൂടിയ സാധന. അതൊരു പിച്ചിരിയേ ഉള്ളൂ, ഞാനത് ഉപയോഗിച്ചിട്ട് പോലുമില്ല. വേണമെങ്കിൽ നീ നിന്റെ അമ്മയോട് ചോദിച്ചു. പുള്ളിക്ക് എത്തിക്കാണ് സൗന്ദര്യ ഭ്രാന്തുള്ളത്, എനിക്കല്ല. അമ്മ എടുത്തു അത് എന്റെ ക്രീം. എന്റെ പൊന്നു വെച്ച് അങ്ങേരെ എടുത്തിട്ട് വാരി പൂശുന്നുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞത് കൊച്ചിന്റെ എടുക്കണ്ട കേട്ടിട്ടില്ല. അങ്ങേരെ തന്നെ അതെടുത്ത്. എനിക്കറിയായിരുന്നു ഇവിടെ അതിനെ എടുത്തിട്ടുണ്ടാവാന്ന്. കെട്ടുവിനാണ്ട് സ്നേഹം കൊണ്ട് പറയാമെന്നൊന്നും വിചാരിക്കരുത്. വേണമെങ്കിൽ ഓടിക്കൂ, അല്ലെങ്കിൽ മോളെ കല്യാണത്തിന് മുമ്പ് നിങ്ങളുടെ പടം ഇവിടെ ചുമരിൽ ഞാൻ തൂക്കേണ്ടി വരും. അതേതായാലും പൊളിക്കും. ഫേസ് ക്രീം എടുത്തതിന്റെ പേരിൽ മകൾ അച്ഛനെ തല്ലിക്കൊന്നു വിത്ത് ഫോട്ടോ. വാ, എന്തൊരു പ്രൗഡാണ് മൊമെന്റിന്. അളിയാ, നിന്റെ കരുനാക്കൊന്നും അല്ലല്ലോ അല്ലേ? അങ്ങളെ ഒന്ന് മാറിക്കേ. അമ്മേ, എന്റെ നെഞ്ചും കൂടെ കലക്കി. ഇത് ഇനി എന്തിനു കൊള്ളാം? സ്നേഹം കൊണ്ട് പറയും, ഇനി ഇങ്ങനെ നിൽക്കാതെ ഓടാടാ. തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ എന്റെ ക്രീം എടുക്കരുത് എന്ന്. എടി എന്നെ വിടടി കുട്ടി തേവാങ്കേ. ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ അപ്പനല്ലേടി, പ്രൊഡ്യൂസർ അല്ലേടി. കളിയും കണ്ട് മോ രസിക്കുവാ, പോ രക്ഷിക്കണോ അതിനെ. ഞാനോ? ഓക്കെ അളിയാ, ഐ എം കമ്മിങ്, യുവർ ഹീറോ. പ്രൊഡ്യൂസറാന്ന് കരുതി എന്റെ ക്രീം ഒന്നും എടുക്കാനുള്ള അവകാശം ഞാൻ ഒരു തിണ്ടിക്കും ഞാൻ കൊടുത്തിട്ടില്ല. എന്റെ ക്രീം നിങ്ങൾ കാണും കടിച്ച് തീച്ച് മാതി തിന്നാനൊക്കെ തോന്നുന്നു. അമ്മ, എന്റെ തല ഞാൻ കീറുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് അടികൊള്ളാൻ തുടങ്ങിയ. ആ ഹീറോന് 0 ആവോ കർത്താവേ? നിൽക്കുന്നൊക്കെ എങ്ങോട്ടാ പോന്നെ? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ കരുതിയെങ്കിൽ യു ആർ മിസ്റ്റേക്കൺ. എടി വിടടി, നീ ഒരു കൊലപാതകി ആവടി. അതായാലും കുഴപ്പമൊന്നുമില്ല, ഇവിടുത്തെ അടിപൊളി ഫുഡ് അവിടെ കിട്ടും. അമ്മേ, ഇവിടെ ഒന്നൊന്നും തെറ്റുന്നില്ലല്ലോ കർത്താവേ, എല്ലാം എന്റെ നെഞ്ചത്തോട്ട്. ചത്ത നിങ്ങളങ്ങനെ ചാവാൻ പറ്റില്ല. വീട്ടിലത്തെ പണിക്കാരെടുക്കും. എണീക്കടോ. ഒരു വൈറ്റ് ക്ലോത്തും കോക്കനട്ട് ലീഫ് എടുക്കും. അതെന്തിനാ നിങ്ങൾക്കിപ്പോ അത്? വേറെ എന്തിന്? എന്നെ പൊതിയാൽ ഇനി എന്നെ ഒന്നിനും കൊള്ളൂലടി. 1 2 ഞങ്ങള് നന്നായി. ഞങ്ങളെ അടിയിലില്ല, ഞങ്ങൾ നന്നായി. എന്നാ നിങ്ങൾക്ക് വെള്ളം, അല്ലെങ്കിൽ സ്വഭാവം അറിയാലോ. പച്ച വെള്ളം ഞാൻ തരില്ല. ഇവളാണോ ഞാനാണോ ഭർത്താവ്? എന്തേ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, ഊവെ കേട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞതാണ്. ഇടി നോക്കി നിക്കാതെ ഒരു കൈ തന്ന് സഹായിക്കടി ഭാര്യയെ. ഇനി വാ എടുത്ത്. മച്ചു, What the? Don't you have a manners, huh? അള്ളാന്റെ പഠിച്ചോനെ, നീ സുന്ദരനായില്ലടാ. നീ ഇടിച്ചു കയറി ഇതൊക്കെ സത്രോ? ഒരു മാറ്റമില്ലല്ലോടാ കള്ള നമുക്ക്. വന്ന കാര്യം പറ. ഐ ഹാവ് ലോട്ട്സ് ഓഫ് വർക്ക് ടു ഡു. നിന്റെയൊക്കെ സ്റ്റുപ്പിഡിറ്റി കേട്ടിരിക്കാൻ ടൈമില്ല. പൊന്നു മച്ചു, നിന്നെ കൂട്ടി ഒന്ന് പുറത്തു പോകാൻ വന്നതാ. Bro, I am in middle of something. Can you just please get out? I have to do it. എപ്പോഴും ഇതിന്റെ പണ്ടൊക്കെ തന്നെ ഇല്ലേ? ഒന്ന് പാടാ. ഇനി ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. നീ വിളിച്ച് വലിക്കാനുള്ള ഹംകിനെ എന്റെ ദേഹത്തെല്ലാം കൈവച്ചു. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞ ഞാൻ വരുന്നില്ല. ഐ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. പ്ലീസ് ഗെറ്റ് ഔട്ട്. നീ എന്തോ ഇങ്ങനെ ഒന്ന് പാടാ മോൻ. ഞങ്ങൾ അന്നേ നിന്നെ കാണാനല്ലേ വന്നിരിക്കുന്നേ. നീ എന്താ കള്ള ഹിമാറ ഇങ്ങനെ? ഒന്ന് ബാപ്പാ, നമുക്ക് വേഗം വരാം. നിന്നെ കാണാൻ വേണ്ടി നമ്മൾ അന്ന് നേ കെട്ടി ഒരുങ്ങി വന്നേക്കുന്നേ. എന്നിട്ട് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്റെ തീരുമാനത്തിൽ മാറ്റില്ല. ഞാൻ വരില്ല. സോ പ്ലീസ് ഗെറ്റ് ഔട്ട്.
I have a lot of things to do. ഈ വരില്ല എന്നപ്പോ ഉറപ്പാണല്ലേ? 100%. Damn sure. എനിക്ക് വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. ഇനി അങ്ങനെ പറ്റിക്കണം നമുക്കറിയാം കേട്ടോ. ഇല്ല ഈ എന്റെ ഫോണിങ് എടുത്തേ. Don't call her. Don't call her. ഈ ഒന്നും പോടാ, ഞാൻ വിളിക്കും എന്റെ പെങ്ങളെ. നിന്റെ പെർമിഷൻ ഒന്നും വേണ്ട നമുക്ക് വിളിക്കാം. എടാ വേണ്ട. I can say no to her. അമ്മക്കറിയാം, അതുകൊണ്ട് എന്നെ വിളിക്കുന്നേ. എനിക്ക് അവളോട് മാത്രം നോ പറയാൻ പറ്റില്ല, നമ്മളോട് പറയാലോ. അവളോട് പറ്റില്ലല്ലോ. അപ്പൊ അവള് തന്നെ നമ്മുടെ കാര്യം അങ്ങനെ നടക്കും. എടാ നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നല്ലോ. ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ട് ഒരു കോഴ്സില്ലാണ്ട് ഫുഡ് കഴിക്കാൻ നോക്ക്. ഫുഡ് മുഖ്യമ്പെങ്കിലേ ബാക്കിയൊക്കെ പിന്നെ വരത്തു. അല്ല, നിനക്ക് ഇത്രയും വില കൂടിയ ക്രീം എവിടെ നിന്ന് കിട്ടി? ക്രീം അതിന് ഇത്ര വിലയൊന്നുമില്ല അമ്മ, ചെറിയ പൈസയുള്ളൂ. വാ അവിടുന്ന്, അത് നല്ല പൈസ ഉണ്ടമ്മ. ഏകദേശം ഒരു 2000 ഒക്കെ വരുമായിരിക്കും. 2000-ന്റെ ക്രീമാണ് ഞാൻ എന്റെ മുഖത്ത് തേച്ച്. അളിയ ഞാൻ വെളുത്താടാ. ആടാ, ഞാൻ ഈ ഇടയ്ക്ക് ചോദിക്കണം വിചാരിച്ച്. നീ എന്തോ എടുത്തിട്ടുണ്ട്, അപ്പൊ അതാണല്ലോ അതിന്റെ സീക്രട്ട്. കുറച്ചുണ്ടെങ്കിൽ എനിക്കും താടാ, ഞാനൊന്ന് വെളുക്കട്ടടാ. എന്റെ മോന്റെ വെഡിങ്ങില്ലേ വരുന്നേ. ഓ രണ്ടൊന്ന് ബാടക്കും, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. പറയടി, എനിക്ക് ഇത്രയും പൈസ എവിടുന്ന ഇത് വാങ്ങാൻ? നീ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ മൊത്തം എന്റെ കയ്യിലാണ് കൂടെ തരാറ്. പിന്നെ നിനക്ക് ഇത് എവിടുന്ന് കിട്ടി? രക്ഷിക്കാൻ ആരും ഇല്ലടെ ഇവിടെ. ഹായ് അജ്മൽക്ക, എന്റെ ചിറകുള്ള മാലാക തന്നെ. ഈ പറഞ്ഞിട്ട് പൊടി. പിന്നെ വന്നിട്ട് പറയാം. എന്റെ മഹിമ, കൊച്ചു എവിടുന്നേലും വാങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് വല്ല ഗിഫ്റ്റ് ചെയ്തായിരിക്കും. നീ എന്താണ് അവളൊരു സംശയം വെച്ച് ചോദിക്കുന്ന പോലെ? സംശയമായിട്ടൊന്നും അല്ലടി, ഞങ്ങൾ അറിയാണ്ട് വേറെ വല്ല ജോലിക്കും പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അവളെങ്കിൽ ഒന്നും പറയില്ല, ഞങ്ങളായിട്ട് കണ്ടുപിടിച്ചാലായി. എല്ലാം ഒറ്റക്ക് അങ്ങ് സഹിക്കോ? എന്റെ കൊച്ചല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ആ അതായിരുന്നോ? ചിലപ്പോ പോകുന്നുണ്ടായിരിക്കും, ചിലപ്പോ പോകുന്നുണ്ടായിരിക്കില്ല. ആ പറയണം തോന്നുമ്പോ അവള് പറയട്ടെ, അല്ലെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. എന്താടി ഉണ്ടക്കണി നോക്കി പിടിപ്പിക്കുന്നേ? ആരിത്? ഞാൻ കരുതി എന്നെ അങ്ങോട്ട് മറന്നുപോയിന്ന്. ഇന്ന് നമ്മൾ അങ്ങനെ മറക്കോ മോളെ? നീ എന്നെ മുത്തല്ലേ? എന്നിട്ടാണോ ഇത്ര കാലം എന്നെ വിളിക്കാതിരുന്നേ? എത്ര നാളായി എന്നെ വിളിച്ചിട്ട്? ഞാൻ കരുതി അങ്ങ് പുറത്തൊക്കെ പോയി നോക്കുമ്പം പുതിയ അനിയത്തിമാരൊക്കെ കിട്ടുകൊണ്ട് നമ്മളെ കണ്ടുവരൂല. അയ്യോ റബ്ബേ, അങ്ങനെയൊന്നും ഇല്ലടി. അവിടെ പോയപ്പോ കുറച്ച് ബിസി ആയി പോയി. തുടങ്ങിയ ആടുമല്ലേ, ഒന്ന് പച്ച പിടിക്കണ്ടേ? അല്ലാണ്ട് ഇങ്ങോട്ട് വന്നാൽ നിന്റെ പഹയൻ എന്നെ വെറുതെ വിടുവോ? ഇല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു കോൾ ഒരു ടെക്സ്റ്റ് ഒക്കെ അയക്കായിരുന്നു. ഒരു 5 സെക്കൻഡത്തെ കാര്യമല്ലേ ഉള്ളൂ. ഈ നമ്മളോട് അങ്ങ് ക്ഷമിക്ക്, വിളിക്കാൻ പറ്റി. കോമ്പൻസേഷൻ തരാം പോരെ? ഇപ്പൊ നമ്മൾ ഇന്നെ വിളിച്ചത് വേറൊരു കാര്യത്തിന്. ഓ എന്നാ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ആ കാര്യം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് കോമ്പൻസേഷൻ എന്താന്ന് കേൾക്കണം. ഓ ഈനൊരു മാറ്റില്ലല്ലോ മുൽദീശക്ക് തങ്ങളെ. നിന്റെ പൊന്നു മോളെ, എനിക്ക് എന്നാ വേണ്ടേന്ന് വെച്ചാൽ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇട്ടുതരാം, പോയി വാങ്ങിക്കോ. അത് ഇട്ട് ബിസിയല്ലേ ഇപ്പൊ. എനിക്ക് ഇപ്പൊ എന്റെ മാപ്പണ്ണിരുന്ന് പുറത്തിറക്കണം. ഓനെങ്കിൽ ഫാനും കെട്ടിപ്പിടിച്ചിരിക്കോ. നമ്മൾ വല്ലപ്പോഴേ കൂടുന്നുള്ളൂ, എപ്പോഴും ഇങ്ങനെ കൂടുന്നുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ ഈ വല്ലപ്പോഴേ കൂടുന്നുള്ളൂ. അപ്പൊ ആ ബാഹേനൊന്നും അവിടെ നിന്ന് ഇറങ്ങിക്കൂടെ? ഇടിഞ്ഞിട്ട് വീഴൊന്നുമില്ലല്ലോ ഇത്. ഇല്ല ഇല്ല, ഇടിഞ്ഞെട്ടി വീഴത്തൊന്നുമില്ല. അതിനിപ്പോ എന്നെ വിളിച്ചെന്തിനാന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ലോകത്തോൻ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ നീ മാത്ര. എനിക്കറിയാലോ, ആരെങ്കിലും പറഞ്ഞാൽ അവൻ കേൾക്കോ? ഇല്ല. അവന്റെ പേറ്റ ഉമ്മയും ഉപ്പയും പറഞ്ഞാൽ കേൾക്കൂല. ഈ പറഞ്ഞാൽ മാത്രം കേൾക്കുള്ളൂ. ഒന്ന് പുറത്തിറക്കി താടി, എല്ലപ്പോഴേ കിട്ടുള്ളൂ. ശരി ശരി, ഞാൻ പുറത്തിറക്കി തരാം. ഫോൺ എനിക്ക് കൊടുക്ക്, ഞാൻ പുറത്തിറക്കി തരാം. ഹലോ ഹബി. പൊന്ന ഒത്തിരി വർക്കുണ്ടടി. ഇവര് പറഞ്ഞ പോലെ അല്ല. നിനക്കറിയാലോ ഒരു പ്രൊജക്ടിന്റെ തിരക്കില്ല ഞാനെന്ന്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടി. പിന്നെ അത് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാ, നിങ്ങളെ കാണാൻ വേണ്ടിട്ടല്ലേ അജ്മൽ കേലാങ്ങ് നീ വന്നിന്. ആ ഫയല് പൂട്ടി വെച്ച് പോവാൻ നോക്ക്. വെറുതെ എന്തിനാ?
ബേബി ആയി കാണണ്ടത് ഒത്തിരി വറക്കണ്ടത് ഇത് തീരണ്ടേ. ഇവർക്കൊക്കെ പറയുന്ന പോലെയാ. ഇവനെന്നെ നന്നാവാൻ സമ്മതിക്കില്ല. ഇതാ പറഞ്ഞ കടവേ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നോക്കടോ. 5 മിനിറ്റ് ഞാൻ തരും. ഇറങ്ങിയിട്ട് താഴെ എത്തി എന്നെ വിളിച്ചോണം. മനസ്സിലായിനാ? പാലും കെട്ടിപ്പിടിച്ചിരിക്കുക എപ്പോ നോക്കിയാലും. എനിക്കോ ടൈം ഇരുന്നില്ല, അവർക്കെങ്കിലും ടൈം കൊടുക്ക്. എന്റെ പൊന്നു മാഡം വേണ്ട, ഞാൻ ഇറങ്ങുവാ. എന്താ അടച്ചിരിക്കുന്നേ? ഒന്നുമില്ല ഉവേ. ഒരു വീരശൂര പരാക്രമി സ്വന്തം ഭാര്യനെടുത്ത് മുട്ടു മണക്കുന്ന കണ്ടിട്ട് ചിരിച്ചു പോയതാണേ. എന്നാലും ഭയ പണ്ട് പറഞ്ഞ എന്തെങ്കിലും ഒന്ന് ഇപ്പൊ ചെയ്യുന്നുണ്ട് നോക്കിക്കേ. എല്ലാം തലയിരിച്ചിട്ട്. നമ്മളൊക്കെ പണ്ട് നീ കൊറേ കളിയാക്കിയതല്ലേ, എനിക്ക് അങ്ങനെ വേണോ? ആ അടച്ചിട്ട് രണ്ടും വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വന്നോണം. ഇനി ഇവിടെ നിന്നിട്ട് ഒരു സെക്കൻഡ് എങ്ങനെ നിങ്ങൾ ബുൾഷിറ്റ് പറഞ്ഞ ഞാൻ ഈ ഫയൽ എടുത്ത് പിടിയിരിക്കും. എന്റെ സ്വഭാവം അറിയാലോ. നീ വന്നടാ, ഇവന് ഭ്രാന്ത. ഹലോ അങ്കിളേ, എന്താണ് ഈ സമയം? എന്താ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിട്ടെ. എന്താടാ? അങ്കിൾ ആയിരിക്കാണ് ആക്സിഡന്റ്? മാധുരിക്കോ? വാട്ട്? എന്റെ പെണ്ണിനെ ഹോസ്പിറ്റലിലേക്ക് വിട്.